തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആവേശത്തോടെ വടക്കൻ ജില്ലകളിലെ പ്രചരണം സമാപിച്ചു. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി. നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അതിൽ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ചർച്ചകളിൽ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ശബരിമലയിലെ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ജയിലിൽ കിടക്കുന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയ ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അവരെ സംരക്ഷണ കവചമൊരുക്കി അവരെ രക്ഷിക്കുകയാണ് ഗവൺമെൻറ്റും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ട്, ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശനം നടത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിനിടയിൽ അന്വേഷണം ആരോപിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിൽ വലിയ പ്രതിഷേധമുള്ളവരാണ്. വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, അക്രമ രാഷ്ട്രീയം, വന്യമൃഗശല്യം, തീരദേശ മേഖലയുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം തന്നെ അഴിമതി, ഇതെല്ലാം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDF സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർക്കുപരിയായി മുഖ്യമന്ത്രിയിലേക്ക് ഉൾപ്പെടെ, അതായത് അത്തരം വലിയ ഉന്നതരിലേക്ക്, അത് മന്ത്രിമാരെന്ന് പറയുന്നത് മാത്രം ചുരുക്കുന്നതിൽ അർത്ഥമില്ല, അതിലും വലിയ ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നതുകൊണ്ടാണ് ഒരു നടപടി പോലും എടുക്കുക. അത് ഹൈക്കോടതി തന്നെയാണ് അതിന് വ്യക്തമായ സൂചന നൽകിയത്. കൂടുതൽ ഉന്നതന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് കേരള ഹൈക്കോടതി പറയുന്നു. നമുക്കറിയാം, ജയിൽ കിടക്കുന്ന പത്മകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ മുൻ മന്ത്രി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, ആ മുൻമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല. പ്രതികളാക്കേണ്ടവരെ രക്ഷിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത്. പാർട്ടി നടപടി സ്വീകരിക്കാൻ ഭയപ്പെടുന്നത് പാർട്ടിക്കാരായ നേതാക്കന്മാർ ഉൾപ്പെട്ട അവരുടെ പേരിൽ, പ്രതികളുടെ പേരിൽ, നിലവിൽ പ്രതികളാക്കപ്പെട്ടവരുടെ പേരിൽ നടപടിയെടുത്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് പറയും, കൂടുതൽ നേതാക്കന്മാർ അതുവഴി പിടിക്കപ്പെടും എന്ന വലിയ ഭയത്തിലാണ് CPM ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവരെ പോലും സംരക്ഷിക്കുന്നത്. പാർട്ടി നടപടി എടുത്തിട്ടില്ല. അത് വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയം തന്നെയാണ്. ജനങ്ങൾക്കതിൽ പ്രതിഷേധവും ഉത്കണ്ഠയുണ്ട്. UDF വലിയ പ്രചാരണം നടത്തി തെരഞ്ഞെടുപ്പിൽ നേരിട്ട് രണ്ടാം ഘട്ടത്തിൽ തൊട്ട് മുൻപാണ് ഈ ശശി തരൂരിന്റെ വീർ സവർക്കർ അവാർഡും ഒപ്പം തന്നെ നടിയാക്രമിച്ച കേസിൽ UDF കൺവീനറുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്ഥാനം ഇത് ഏതെങ്കിലും രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്? അത് രണ്ടും അവർ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശിൻ്റെ ആ ഒരു പരാമർശനം വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു. മറ്റ് പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കന്മാരും പറഞ്ഞു. അടൂർ പ്രകാശ് തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാടല്ല പാർട്ടി നിലപാട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അദ്ദേഹം കറക്ഷൻ വരുത്തി. ഒന്ന് ചില ദുർവ്യാഖ്യാനം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതിന് അദ്ദേഹം വളരെ കൃത്യമായി പാർട്ടി ലൈനിലേക്ക് അദ്ദേഹം നിലപാട് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആ രണ്ടാമത്തെ പരാതിയിൽ താങ്കൾ ഒരു ദുരുദ്ദേശ അല്ലെങ്കിൽ അതിനകത്തൊരു വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടായി. ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ആ പരാതി എൻ്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയും വിലയിരുത്താം. അതിനെ ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും. ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് അയച്ചു. മൊഴിയിലും പരാതിയിലും വൈരുദ്ധ്യമുണ്ടെന്നാണ് ഞാൻ ഫയലുകൾ കണ്ടിട്ടില്ല. കോടതി വിധി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തും. കോടതി വിധി അത് താങ്കൾ പറയുന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണോ? അത് അല്ല, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡറും വായിച്ചു.